അയ്യോ ഓക്കെ. നല്ല മണം. ഒന്നും ചെയ്യാനും പാടില്ല, അന്ന് നിനക്ക് നല്ല മണം ഉണ്ടാവുന്നുണ്ടല്ലേ. ഇത് ശരിക്കും ഈ മിക്സിംഗ് ഇല്ലേ, ഈ മിക്സിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നല്ല അസൽ പോത്തിറച്ചി എന്ന് പറയുന്നില്ല, നമുക്ക് അതിൻ്റെ നെഞ്ചടി എന്നൊക്കെ പറയും. നെഞ്ചടി, മുഴ, നെഞ്ച് എന്നൊക്കെ പറയും. ചില ഓരോ നാട്ടിലും ഓരോ ഭാഷ പറയും. അതിൻ്റെ മിക്സിംഗ് ആണ് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പൊടികളെല്ലാം ചേർത്ത് മിക്സിങ് കഴിയും. ഓക്കെ. ഗ്യാസ് ഇല്ലാത്ത സോഡ. കരിപ്പുണ്ട്, സോഡ ഉണ്ട്, കാന്താടി ഉണ്ട്. കരിക്ക വെട്ടുന്നു. അപ്പൊ അത് കഴിഞ്ഞു പോകത്തില്ലേ? അത് വലിച്ചിട്ട് കുറച്ച് ഇത് കരിക്ക്, ഇത് കരിക്ക്. അടിപൊളി മണം. ഒന്നുകൂടി നമുക്ക് ഫ്രൈ ആവാൻ റെഡി ആവണുള്ളൂ, ഒന്നും ആയിട്ടില്ല. ആവണോ? ടേസ്റ്റ് ആവണോ കുറച്ച്? ഇതാണ് സൂപ്പ്. ഈ എല്ലിൽ നിന്ന് വരുന്ന നെയ്യും എണ്ണയും എല്ലാമാണ് ഈ കാണുന്ന സൂപ്പ്. ഇത് കഴിക്കാനാണ് ഹോട്ടലുകളിൽ പോയിട്ട് കാശ് കൊടുത്ത് വെറുതെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വാരിയിട്ട് നമുക്ക് തരുന്നു. ഇതാണ് ഞങ്ങളുടെ പഴയ കാലത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ചുറുക്ക. ഈ ചുറുക്ക ഒഴിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ടുണ്ട് അതിനകത്ത്. കാന്താരിമുളക് ഇടും. എല്ലാത്തിനും മണമാണ് സൂപ്പർ. മണം അടിപൊളിയാണ്. അതാണ് അങ്കമാലിക്കാരുടെ പരിപാടി. പരിപാടിയിൽ ചോറൊക്കെ പറയണ്ട. എനിക്കിതിൻ്റെ ഒരു അല്പം കപ്പ് എടുത്തിട്ട് അല്പം കപ്പ് എടുക്കുക, ഇതിൻ്റെ മേത്തേക്ക് ഇടാം.
റെഡി. ഓക്കെ ആക്കാമല്ലോ. ഈ കപ്പ നമ്മളിങ്ങനെ ഇടാം. കപ്പ ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ നമ്മുടെ എല്ലിനെ എന്ത് ചെയ്യുക, എല്ല് നെഞ്ചടീനൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മേത്തേക്ക് അങ്ങ് ഇടാം. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാലഡ് യെസ് ഇതെന്ന് വയ്ക്കാൻ പാത്രം നമ്മളിങ്ങനെ വയ്ക്കും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന വടുകപ്പുളി അച്ചാർ. കാന്താരി മുളക് വിത്ത് വടുകപ്പുളി അച്ചാർ. ഇനി ടമാറ്റ പാൻ കഴിക്കാം. ഞാൻ കഴിക്കണമെന്ന് എടുക്കും പ്ലീസ്. ഇങ്ങനെ എടുക്കാം. നീ വേണമെങ്കിൽ കഴിച്ചോ, ഇതിപ്പോൾ തീരാം.